Yes, welcome to View to Learn. Today we are going to see what is classism and neoclassicism. So, in our HSA syllabus, they say that we want to refer M.H. Abraham's A Glossary of Literary Terms to understand these terms. That means classism, neoclassicism, romanticism, humanism, modernism, etc. So, from that book itself, I am going to explain the terms classism and neoclassicism. So let us see what is meant by classism. The term refers to the admiration and imitation of Greek and Roman literature, art and architecture. They have high excellence and they are natural genius. The writers of classic period is Plato, his famous work Republic, Aristotle, his Poetics, Horace, Ars Poetica, it deals about the art of poetry, Longinus, on the sublime. സോ ക്ലാസിസം എന്ന വാക്കിലൂടെ റെഫർ ചെയ്യുന്നത് പുരാതന ഗ്രീക്കും റോമൻ ലിറ്ററേച്ചർ, ആർട്ട്, ആർക്കിടെക്ചർ എന്നുള്ളതാണ്. നമ്മൾ ലിറ്ററേച്ചറിന്റെ ബേസിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ക്ലാസിക്കൽ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൂടുതലായി ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടാവുക ഗ്രീക്ക് ആൻഡ് റോമൻ ലിറ്ററേച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ആ നാളുകളിലുള്ള റൈറ്റേഴ്സിനെ ആയിരിക്കും. ക്ലാസിസം ആ ഒരു ടൈമിൽ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ദേ ഹാവ് ഹൈ എക്സലൻസ് ആൻഡ് ദേ ആർ നാച്ചുറൽ ജീനിയസ്. ഇൻബോൺ ആയിട്ട് അവരുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുള്ള വ്യക്തിത്വങ്ങളായിരുന്നു, അല്ലാതെ കുറേ റൂൾസ് ആൻഡ് സ്ട്രക്ചേഴ്സ് പഠിച്ചതിന് ശേഷം അതിനെ എക്സ്പ്രസ് ചെയ്തിരുന്നവരായിരുന്നില്ല. കാരണം അന്ന് ഒരുപാട് കഴിവുകളുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നു. ഇന്നെങ്ങനെയാണ്, കഴിവുകളുള്ള വ്യക്തികളോടൊപ്പം അവർക്ക് നല്ല പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷനും കൂടെയുണ്ട്. അതുകൊണ്ട് ചിന്താ രീതികളിലും വ്യത്യാസം വരുന്നുണ്ട്. Plato, Aristotle, Horace, Longinus are the famous classical writers. So now let us see what is meant by neoclassicism. Neo means new and classic means traditional. Known as the Enlightenment period, imitate style of classic or Roman and Greece. Classic എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമൻ അല്ലെങ്കിൽ ഗ്രീസ് ആയിരിക്കും അല്ലേ. എൻലൈറ്റ്മെന്റ് പീരീഡ് എന്നാണ് നിയോ ക്ലാസിസം അറിയപ്പെടുന്നത്. നിയോ എന്ന് പറഞ്ഞാൽ ന്യൂ ആണ് എങ്കിൽ ക്ലാസിക് എന്ന് പറഞ്ഞാൽ ട്രഡീഷൻ ആണ്. അപ്പോൾ ഈ ക്ലാസിക്കൽ റൈറ്റേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഒരു വെറൈറ്റി സ്റ്റൈലിൽ അല്ലെങ്കിൽ ഒരു ന്യൂ മെത്തേഡിൽ ലിറ്ററേച്ചറും കാര്യങ്ങളും എല്ലാം അവതരിപ്പിച്ചത് കൊണ്ടാണ് ആ ഒരു കാലം നിയോ ക്ലാസിക് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ നിയോ ക്ലാസിക് പീരീഡ് എന്ന് അറിയുന്നത്. സോ M.H. അബ്രഹാംസ് ആ ബുക്കിനകത്ത് തന്നെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രഫി കൊടുത്തിരിക്കുന്നതാണ്. സോ യു ക്യാൻ റീഡ് ദാറ്റ്. സോ മൈ ഡിയേഴ്സ്, ഇത്രയും നേരം നമ്മൾ അതിന് നിയോ ക്ലാസിസത്തിനും ക്ലാസിസത്തിനും ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കണ്ടത്. നൗ വി ആർ ഗോയിങ് ടു വാട്ട് M.H. അബ്രഹാം സേസ് അബൌട്ട് നിയോ ക്ലാസിസം ആൻഡ് ക്ലാസിസം. ഓക്കെ, M.H. അബ്രഹാംസിന്റെ അഭിപ്രായം നമ്മൾ ഇനിയാണ് നോക്കാൻ പോകുന്നത്. അതിനൊരു ഡിഗ്രി പഠിക്കുന്ന കുട്ടികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു ബേസ് വേണമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു പോകുന്നത്. സോ ക്ലാസിസവും നിയോ ക്ലാസിസവും. ദ നിയോ ക്ലാസിക് പീരീഡ് ഇൻ ഇംഗ്ലണ്ട് സ്പാൻസ് ദ 140 years or so after the restoration. റെസ്റ്റോറേഷൻ പീരീഡിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലാണ് നിയോ ക്ലാസിസം അല്ലെങ്കിൽ നിയോ ക്ലാസിക് പീരീഡ് വരുന്നത് 1660-കളിൽ. ഫേമസ് ആയിട്ടുള്ള ആളുകൾ ജോൺ ഡ്രൈഡൻ, അലക്സാണ്ടർ പോപ്പ്, ജോസഫ് എഡിസൺ, ജോനാഥൻ സ്വിഫ്റ്റ്, സാമുവൽ ജോൺസൺ, ഒലിവർ ഗോഡ്സ്മിത്ത് ആൻഡ് എഡ്മണ്ട് ബർഗ്. സോ മൈ ഡിയേഴ്സ്, HSAക്ക് പഠിക്കുന്നവർ ഈ പേരുകൾ പ്രത്യേകം നോട്ട് ചെയ്യണം. കാരണം നമ്മൾ എന്താണ് റൊമാൻറ്റിസിസം, എന്താണ് ക്ലാസിസിസം, എന്താണ് ഫെമിനിസം എന്നൊക്കെ നമ്മൾ കണ്ട അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സ്, ഫേസ് ടു ലിറിക്കൽ ബലാഡ്സ്, വേർഡ്സ്വർത്തിന്റെ, അങ്ങനെ ഓരോന്നും നമ്മൾ ബയോഗ്രഫിയ, ലിറ്റററിയ, അവസാനം വന്നപ്പോഴത്തേക്കും ഷോവാൾട്ടറിന്റെ ഫെമിനിസത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ്, ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ ലിറ്റററി ടേംസിനകത്ത് പഠിക്കാനും. അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് തന്നെയാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നത്. പിന്നെയും നമ്മളോട് എന്തുകൊണ്ടായിരിക്കും ഈ ക്ലാസിസം, നിയോ ക്ലാസിസം ഒക്കെ എടുത്തു പറയാൻ കാരണം, അതിനകത്തു നിന്നുള്ള റൈറ്റേഴ്സിനെ ഇനി അതിനകത്തുനിന്ന് ചോദിക്കാൻ പറ്റുള്ളൂ അല്ലേ. സോ വാട്ട് വി വാണ്ട് ടു സ്റ്റഡി, വി വാണ്ട് ടു ഫോക്കസ് ഓൺ ദ റൈറ്റേഴ്സ്. ഓക്കെ, the term neoclassic, it is from this high estimate of the literary achievements of classical antiquity that the term a classic has come to be applied to any later literary work that is widely agreed to have achieved excellence and to have set a standard in its kind. So ഈ നിയോ ക്ലാസിക് എന്ന ആ ഒരു പേരിൽ ക്ലാസിക് എന്നതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നാണ് അവിടെ വ്യക്തമാക്കുന്നത്, അല്ലെങ്കിൽ അതെന്തിനാണ് അവിടെ കൂട്ടിച്ചേർത്തിരിക്കുന്നതെന്ന്. സോ അവർ ക്ലാസിക്കൽ റൈറ്റേഴ്സിനെയാണ് ഇമിറ്റേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫോളോ ചെയ്ത് വന്നത് നിയോ ക്ലാസിസം.
അതുകൊണ്ടാണ് അവിടെ ക്ലാസിക് എന്ന ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ദേ ഹാവ് അച്ചീവ്ഡ് ഹൈ എക്സലൻസ്. ആ എക്സലൻസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്നും ക്ലാസിക്കൽ വർക്ക്സ് എല്ലാം ക്ലാസിക്കൽ ആയിട്ട് തന്നെ അറിയപ്പെടുന്നത്. ആ ഒരു അംഗീകാരം ഇനിയും ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നിയോ ക്ലാസിസം അല്ലെങ്കിൽ നിയോ ക്ലാസിക് റൈറ്റേഴ്സ് ആ പേര് തന്നെ അങ്ങനെ ചൂസ് ചെയ്തത്. കാരണം ഇതിനെ ഫോളോ ചെയ്ത് തന്നെ വന്നതാണ് നിയോ ക്ലാസിസം എന്നുള്ളത്. ഓക്കെ, so literature was conceived to be primarily an art, a set of skills, though it requires innate talent. And it must be perfected by long study and practice. The neoclassical ideal founded especially on Horace Roman ആർട്സ് പോയിറ്റിക്ക. അപ്പോൾ ഈ നിയോ ക്ലാസിക്കൽ ഐഡിയലിനെ കുറിച്ചെല്ലാം കൂടുതലായിട്ടും പരാമർശിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവർ ആ നിയോ ക്ലാസിക്കൽ ഐഡിയൽസ് എല്ലാം കൈക്കൊണ്ടിരിക്കുന്നത് ഹൊറേസിന്റെ ആർട്സ് പോയിറ്റിക്കയിൽ നിന്നാണ്. നമ്മൾ പറഞ്ഞു ഹൊറേസ് എന്നുള്ളത് ക്ലാസിക്കൽ റൈറ്റർ ആണ്. അദ്ദേഹത്തിന്റെ ആർട്സ് പോയിറ്റിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ട് ഓഫ് പോയിട്രീനെ കുറിച്ചാണ് പറയുന്നത്, നമ്മുടെ അരിസ്റ്റോട്ടലിന്റെ പോയിറ്റിക്സ് പോലെ. അപ്പോൾ ഈ ആർട്സ് പോയിറ്റിക്കയിൽ പറയുന്ന ആ ഒരു കണ്ടീഷൻസ് അല്ലെ ആ ഒരു റൂൾസ് അതൊക്കെ ഫോളോ ചെയ്തുകൊണ്ടാണ് നിയോ ക്ലാസിസവും ഉള്ളത്. അതിനൊരു ചെറിയ ന്യൂ സ്റ്റൈൽ കൊടുത്തുകൊണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ആർട്ടാണ്, അതായത് ഒരു സെറ്റ് ഓഫ് സ്കിൽസ് ആണ്. ഇത് തീർച്ചയായും അതിന് ഇന്നേറ്റ് ക്വാളിറ്റീസ് വേണം അല്ലെങ്കിൽ ഇന്നേറ്റ് ടാലൻസ് വേണം. പക്ഷെ ആ ഇന്നേറ്റ് ടാലൻസ് വെച്ച് നമുക്ക് ഡയറക്റ്റ് എഴുതത്തില്ല. അതായത് ക്ലാസിക്കൽ റൈറ്റേഴ്സ് അവരുടെ ഇന്നേറ്റ് ടാലൻസ് വെച്ച് ഡയറക്റ്റ് എഴുതുക ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മുടെ നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ് പറയാണ്, ഇപ്പൊ ഇവർക്ക് കുറച്ച് എഡ്യൂക്കേഷൻ ഒക്കെ ആയി, അപ്പോൾ ഇവർ പറയാണ് അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ടാലന്റിനെ വെറുതെ അങ്ങ് വെളിവാക്കിയാൽ പോരാ, അതിനെക്കുറിച്ച് പഠിച്ച് വ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയണം നമുക്ക്. അതുകൊണ്ട് അതിനൊരു ന്യൂ സ്റ്റൈൽ കൊടുക്കണം. സോ ഇറ്റ് മസ്റ്റ് ബി പെർഫെക്റ്റഡ് ബൈ ലോങ് സ്റ്റഡി ആൻഡ് പ്രാക്ടീസ് എന്നുള്ളതാണ് നിയോ ക്ലാസിസത്തിന്റെ പ്രത്യേകത. അത് തന്നെയാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസവും. ഓക്കെ, നിയോ ക്ലാസിസ് റൈറ്റേഴ്സ് ഓഫൻ കൺസിഡർ ദാറ്റ് ഹോമർ ഓർ ഷേക്സ്പിയർ they are the natural genius. എക്കാലവും അറിയപ്പെടുന്ന രണ്ട് റൈറ്റേഴ്സ് ആണ് അല്ലെ. അത് മാത്രമല്ല അവർ നാച്ചുറൽ ജീനിയസ് ആണ്. അത് റെയർ ആയിരിക്കും എല്ലാ കാലങ്ങളിലും. ഇപ്പോൾ എല്ലാ കാലത്തും ഇതുപോലെ ഒന്നോ രണ്ടോ വ്യക്തിത്വങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ഇന്നേറ്റ് ടാലന്റിനെ ഡയറക്റ്റ് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുകയും കൂടുതൽ അനലൈസ് ചെയ്യുകയും വേണം. എന്നിട്ടേ അതിന് ഒരു പോയറ്റിക് ഫോം കൊടുക്കാവുള്ളൂ എന്നാണ് പറയുന്നത്. ദ നിയോ ക്ലാസിക്കൽ റൂൾ ഓഫ് പോയട്രി were from classical works whose long survival was proved their excellence. So, now let us see the time duration of the neoclassical period 1660 to 1785. അത് 1789 എന്നും കൺസിഡർ ചെയ്യുന്നുണ്ട്. ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിലബസിൽ എങ്ങനെയാണോ തന്നിരിക്കുന്നത് അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ HSAക്ക് എം അബ്രഹാംസിന്റെ ബുക്കാണ് നമ്മളോട് റെഫർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് 1785 എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ സാധാരണയായി പറയാറുണ്ട് ലിറിക്കൽ ബലാഡ്സിന്റെ പബ്ലിക്കേഷനോട് കൂടിയാണ് റൊമാൻറ്റിസിസം വരുന്നത് എന്ന്. നിയോ ക്ലാസിക്കൽ പീരീഡിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ദ റെസ്റ്റോറേഷൻ ഫ്രം 1660 to 1700. The Augustan age or the age of Pope, it is from 1700 to 1745. ഇതിലും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. MH അബ്രഹാംസിന്റെ ബുക്കിലാണ് 1745 എന്ന് പറയുന്നത്, 1750 എന്നും പറയുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ സിലബസ് എങ്ങനെയാണോ അതൊന്ന് റെഫർ ചെയ്യാം. The age of sensibility or age of Johnson, it will last from 1745 to 1785. Classical period common features ആണ് നോക്കിയത് അല്ലേ. So now let us see what is restoration. The restoration period begins in 1660 AD, the year in which King Charles II was restored to the English throne. The theatres came back to the vigorous life after the revocation of the ban placed on them by the Puritans in 1642. റെസ്റ്റോറേഷൻ എന്ന വാക്ക് ഉണ്ടായത് തന്നെ ചാൾസ് സെക്കൻഡിന്റെ, അതായത് കിങ് ചാൾസ് സെക്കൻഡ് ആ ഇംഗ്ലീഷ് ത്രോൺ തിരിച്ച് പിടിക്കുന്നതോട് കൂടിയാണ്, അതായത് റീസ്റ്റോർ ചെയ്യുന്നതോട് കൂടിയാണ്. അതുകൊണ്ടാണ് ആ പീരീഡ് റെസ്റ്റോറേഷൻ പീരീഡ് എന്നറിയപ്പെടുന്നത്. സോ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 1660. ഓക്കെ, സോ ആ കാലഘട്ടത്തിൽ പ്യൂരിറ്റൻസ് ഭരിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ തിയേറ്റേഴ്സ് ഒക്കെ ബാൻ ചെയ്തിരുന്നു അവിടെ. പക്ഷേ ഈ ചാൾസ് സെക്കൻഡിന് നാടകങ്ങളോടൊക്കെ വലിയ താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ ബാൻ എല്ലാം നീക്കിക്കളഞ്ഞുകൊണ്ട് തിയേറ്റേഴ്സ് എല്ലാം പിന്നീട് തിരിച്ചു വരികയാണ്. അന്നേരം ആ ഒരു റെസ്റ്റോറേഷൻ, ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് ഒരുപാട് റൈറ്റേഴ്സ് എമേർജ് ചെയ്യാനുള്ള ഒരു കാലഘട്ടമായി മാറി. ജോർജ് എത്തറേജ്, വില്യം വൈക്കാലി, വില്യം കോൺഗ്രേവ് ആൻഡ് ജോൺ ഡ്രൈഡൻ
developed the distinctive comedy of manners called restoration comedy. ഇത്രയും റൈറ്റേഴ്സ് ഇവരാണ് നമ്മുടെ റെസ്റ്റോറേഷൻ കോമഡി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. സോ നൗ ലെറ്റ് us see the next one. ഇതെല്ലാം MH അബ്രഹാംസിന്റെ ബുക്കിലുള്ളതാണ് കേട്ടോ. Dryden, Thomas Otway and other playwrights developed the even more distinctive form of tragedy called heroic drama. അപ്പോൾ ഇവിടെ രണ്ടുപേരെ എടുത്തു പറയുന്നുള്ളൂ, അതുകൊണ്ട് അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. അതുപോലെ ആ ഒരു കാലഘട്ടത്തിൽ റെസ്റ്റോറേഷൻ പീരീഡിലെ നോട്ടബിൾ റൈറ്റേഴ്സ് ഇൻ പ്രോസ് എന്ന് പറയുന്നത് ഡ്രൈഡൻ, സാമുവൽ പെപ്പെ, സർ വില്യം ടെമ്പിൾ ഇവരാണ്. അതേപോലെ ജോൺ ബനിയൻ എന്നുള്ളത് ഒരു റിലീജിയസ് റൈറ്റർ ആയിരുന്നു. അതേപോലെ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് വെർണാക്കുലർ ഇംഗ്ലീഷ് ആയിരുന്നു. ആ ഒരു നാടിനെ കുറിച്ച്, ആ ഒരു നാട്ടിലെ ലാംഗ്വേജ് ഒക്കെ ആയിരുന്നു അദ്ദേഹം യൂസ് ചെയ്തിരുന്നത്. പിന്നെ ജോൺ ലോക്ക് ഒരു ഫിലോസഫർ ആയിരുന്നു. അതേപോലെ ഈ കാലത്തുണ്ടായിരുന്ന ഒരേ ഒരു വുമൻ റൈറ്റർ ആണ്, ദാറ്റ് ഈസ് അഫ്ര ബെൻ. അവരുടെ ഏറ്റവും പ്രശസ്തമായ ഒരു ബുക്കാണ് ഓഴനോക്കോ. ഓക്കെ, Dryden was the major poet and critic in this period. So now we are moving to the next age, Augustan age. It lasts from 1700 to 1745. Augustan age was the brilliant literary period of Virgil, Horace and Ovid under the Roman Emperor Augustus. The leading writers of the time, Alexander Pope, Jonathan Swift, Joseph Addison, they just imitated the Roman Augustans. സോ അഗസ്റ്റൻ ഏജ് എന്ന് പറയപ്പെടാൻ കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് എംപറർ അഗസ്റ്റസ് ആയിരുന്നില്ല. ഓക്കെ, പക്ഷേ ആ കാലത്ത് അലക്സാണ്ടർ പോപ്പും ജോനാഥൻ സ്വിഫ്റ്റും ജോസഫ് എഡിസണും ഒക്കെയാണ് ഏറ്റവും പ്രശസ്തരായിട്ടുണ്ടായിരുന്ന റൈറ്റേഴ്സ്. ഇവരെല്ലാം നമ്മുടെ റോമൻ റൈറ്റേഴ്സ് ആയ അല്ലെങ്കിൽ അഗസ്റ്റൻ ഏജിലെ റൈറ്റേഴ്സ് ആയ വിർജിൽ, ഹൊറേസ്, ഓവിഡ് ഇവരെയാണ് പൂർണ്ണമായും ഇമിറ്റേറ്റ് ചെയ്തത്. അവരുടെ വർക്ക് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇവരും എഴുതിയത്. അതിൽ ചെറിയ വല്ല ചേഞ്ചസും വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു ഏജിനെ അഗസ്റ്റൻ ഏജ് എന്ന് പറയുന്നത്. പിന്നെ ആ ഏജിൽ ഏറ്റവും പ്രശസ്തനായിരുന്നത് അലക്സാണ്ടർ പോപ്പാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏജിന്റെ ഒരു പകുതി തൊട്ട് അതായത് ഏജ് ഓഫ് പോപ്പ് എന്നും അറിയപ്പെടുന്നുണ്ട്. എംഫസൈസ് ഓൺ സോഷ്യൽ കൺസേൺസ് ആൻഡ് ദർ ഐഡിയൽസ് ഓഫ് മോഡറേഷൻ, ഡെക്കോറം ആൻഡ് അർബണിറ്റി. ഒരു മിഡിൽ ക്ലാസ്സിനൊക്കെ ഒരു പ്രാധാന്യം വന്നൊരു കാലമാണിത്. അതേപോലെ സോഷ്യൽ കൺസേൺസിനെയൊക്കെ എംഫസൈസ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ ഈ പരമ്പരാഗതമായി വിശ്വസിച്ചു പോകുന്ന സത്യങ്ങളെയൊക്കെ ചോദ്യം ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു ഇത്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് സറ്റയറിനാണ്. എല്ലാവരും ആക്ഷേപഹാസ്യങ്ങളാണ് അവതരിപ്പിച്ചത്. അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ദേ ജസ്റ്റ് എംഫസൈസ് ഓൺ സോഷ്യൽ കൺസേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് അത് പറയാൻ പറ്റില്ല. എങ്ങനെയാ പറയാൻ പറ്റുക? അതൊരു ആക്ഷേപഹാസ്യത്തിലൂടെ, അതൊരു കോമഡിയുടെ രൂപത്തിൽ, എന്നാൽ മനുഷ്യർ മനസ്സിലാക്കേണ്ട രീതിയിൽ അവതരിപ്പിച്ചു. അപ്പോൾ അങ്ങനെയാണ് ആ സോഷ്യൽ ആയിട്ടുള്ള ഈവിൾസിനെയും അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസിനെയും ഒക്കെ അവർ പ്രസന്റ് ചെയ്തിരുന്നത്. പിന്നെ ക്ലാസിക്കൽ റൈറ്റേഴ്സിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്റർ ഉണ്ടായിരുന്നു ഈ ഒരു ഏജിൽ, ദാറ്റ് ഈസ് ഡാനിയൽ ഡിഫോ. നമുക്കറിയാം അല്ലേ, റോബിൻസൺ ക്രൂസോ അദ്ദേഹത്തിൻ്റെ വർക്കാണ്. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ്. ലേഡി മാരി മോട്ട്ലെ മോണ്ടോഗു വാസ് എ ബ്രില്യൻ ലെറ്റർ റൈറ്റർ ഇൻ ദ എറ ഓഫ് ലെറ്റർ റൈറ്റിംഗ്. ലേഡി മേരി മോണ്ടേഗു. സോ അവർ ലെറ്റർ റൈറ്റിങ്സ് മാത്രമല്ല ചെയ്തിരുന്നത്, പോയറ്റ് ആയിരുന്നു, ക്രിട്ടിക്കും ആയിരുന്നു കേട്ടോ. So now we are moving to the age of sensibility that lasts from 1745 to 1785. അതിൽ ഞാൻ പറഞ്ഞു അതിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകാം. ചിലപ്പോൾ 1750 to 1789 ആകാം. പ്ലീസ് റെഫർ. ഓക്കെ, ഇതിനകത്തും അതായത് MH അബ്രഹാംസിന്റെ ബുക്കിലും അദ്ദേഹവും ഒരു സംശയം പറയുന്നുണ്ട്, ഒരു പക്ഷേ ഇങ്ങനെയും ആകാമെന്ന്. ദാറ്റ് വി വിൽ സീ. This age is called the age of sensibility because recent sensible views and original genius controlled the literature of this time. It is also called the age of Johnson after the name of Dr. Samuel Johnson who dominated this period. അത് നമ്മൾ ഏജ് ഓഫ് പോപ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഏജ് ഓഫ് സെൻസിബിലിറ്റി എന്ന് കൊടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്തിരുന്ന റൈറ്റർ എന്ന് പറയുന്നത് ഡോക്ടർ സാമുവൽ ജോൺസൺ ആണ്. അതുകൊണ്ട് ഇത് ഏജ് ഓഫ് ജോൺസൺ എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. ദ പീരീഡ് ബിറ്റ്വീൻ ദ ഡെത്ത് ഓഫ് അലക്സാണ്ടർ പോപ്പ് ഇൻ 1744 and 1785, which was 1 year after the death of Samuel Johnson. അതായത് ഈ പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ അലക്സാണ്ടർ പോപ്പിന്റെ മരണത്തോടു കൂടിയും
അതുപോലെ സാമുവൽ ജോൺസന്റെ ഡോക്ടർ ജോൺസന്റെ മരണത്തിന് മുന്നേയുള്ള ഒരു വർഷം, ആ ഒരു കാലഘട്ടമാണ് കണക്കാക്കുന്നത്. എന്നാൽ അതിന് ആൾട്ടർനേറ്റീവ് ഡേറ്റ് ആയി ഫ്രീക്വൻ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് 1789 ആൻഡ് 1798 ആണ്. This age of sensibility, the famous writers were Oliver Goldsmith, Edmund Burke, James Boswell, Edward Gibbon, and Hester Lynch Thrale. This was also the period of great novelists Samuel Richardson, Henry Fielding, Tobias Smollett, and Laurence Sterne. The Restoration spirits dies away. The age marks a gradual change in poetic taste and techniques. അപ്പോൾ ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഏജിലാണ്, ദ ഏജ് ഓഫ് സെൻസിബിലിറ്റി ഓർ ദ ഏജ് ഓഫ് ജോൺസണിലാണ്. അപ്പോൾ ടെക്നിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങളെ നേരിടാനും അത് അങ്ങനെ അവതരിപ്പിക്കാനുമൊക്കെ റൈറ്റേഴ്സ് ആണെങ്കിലും ശ്രദ്ധിച്ച ഒരു കാലഘട്ടമായിരുന്നു ഇത്. ദ ഹീറോയിക് കപ്ലെറ്റ് ആൻഡ് ബ്ലാങ്ക് വേഴ്സ് ഡിക്ലൈൻ ആൻഡ് ദ ബാലഡ് ആൻഡ് ലിറ്റററി റിവൈവ്. Pindaric ode appears here. Intellectual prose writing flourished. The novels takes a definite shape and rises to dominate the literary scene. ഹീറോയിക് കപ്ലെറ്റിനും ബ്ലാങ്ക് വേഴ്സിനും ഒക്കെ കൊടുത്ത പ്രാധാന്യത്തെക്കാളേറെ ഇവർ ബാലഡിനൊക്കെയാണ് കൊടുത്തത്. അതേപോലെ പിൻഡാരിക് ഓഡ് വരുന്നത് ഈ ഒരു ഏജിലാണ്. പിന്നെ പ്രോസിന് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു റെഫറൻസ് കൊടുക്കുന്നതും ഇവിടെയാണ്. ഇമോഷണൽ അല്ല പ്രോസ്, ഇന്റലക്ച്വൽ ആണ് എന്ന് പറയുന്നത്. പോയിട്രി ഷിഫ്റ്റ്സ് ഇറ്റ്സ് ഫോക്കസ് ഫ്രം ഇന്റൻസ്ലി സോഷ്യൽ ഇഷ്യൂസ് ടു മെലങ്കലി, ഐസൊലേഷൻ ആൻഡ് റിഫ്ലക്ഷൻ. ഏറെക്കുറെ ആ ഒരു മെയിൻ ഫോക്കസ് ഒരു കൂട്ടം ജനതയ്ക്ക് കൊടുക്കാതെ ഓരോന്നിലേക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ പ്രശ്നങ്ങളെ എടുത്ത് കാണിക്കാൻ തുടങ്ങി ഈ ഒരു കാലഘട്ടത്തിൽ. അങ്ങനെ വരുമ്പോൾ ഏറെക്കുറെ നമ്മുടെ റൊമാൻറ്റിസിസവുമായിട്ട് ഇങ്ങെത്തി അല്ലേ. റൊമാൻറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സിനെയാണ് നമ്മൾ പുറത്ത് കാണിക്കുന്നത്. ന്യൂ ക്ലാസിക്കലിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഡോക്ടർ ജോൺസന്റെ ഈ ഒരു കാലഘട്ടമാണ്. ഓക്കെ, താങ്ക് യു മൈ ഡിയേഴ്സ്. നിങ്ങളുടെ കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ ചാനൽ മുന്നോട്ട് പോവുള്ളൂ. അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദിസ് ചാനൽ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.